നിമിഷപ്രിയയുടെ മോചനത്തിൽ അവകാശവാദവുമായി ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ. ചിലരുടെ അവകാശവാദങ്ങളും പുകഴ്ത്തലുകളും കണ്ടപ്പോൾ ചിരി വരുന്നു. കഴിഞ്ഞ 9 വർഷം ഇവരൊക്കെ എവിടെയായിരുന്നു എന്നും പി ശ്രീകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു ഘട്ടത്തിൽ സമയോചിതമായൊരു ഇടപെടലാണ് കാന്തപുരം നടത്തിയത്. അതിനെ തിരസ്കരിക്കുന്ന വിധത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇദ്ദേഹം ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്? വിശദാംശങ്ങൾ. അഖില, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വലിയ പ്രശംസകളാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. വലിയ അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായി. മുഖ്യമന്ത്രി അടക്കം പ്രശംസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമീപനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പി ശ്രീകുമാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. വലിയൊരു കുറിപ്പ് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പ്രധാന പോയിന്റുകൾ ഇവയാണ്. ചിലവരുടെ അവകാശവാദങ്ങളും പുകഴ്ത്തലുകളും കണ്ടപ്പോൾ ചിരി വരുന്നു. കഴിഞ്ഞ 9 വർഷം ഇവരൊക്കെ എവിടെയായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നത്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മനും അതിനോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ്റെ അമ്മയും ഗവർണറെ നേരിട്ട് കാണാനെത്തി. അതിനോടൊപ്പം തന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. പിന്നീട് ഈ വിഷയത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് വലിയ ഇടപെടലാണ് ഉണ്ടായത്. ഗവർണറുടെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലും എല്ലാ കേന്ദ്രങ്ങളിലും നേരിട്ട് വിളിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അത് തനിക്കറിയാം. ആ നാൾ വഴികളെല്ലാം താൻ കണ്ടുപോയതാണ്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇടപെടൽ മനുഷ്യത്വം നയതന്ത്രത്തെ തോൽപ്പിച്ചു എന്നുകൂടി ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിലവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടൽ നടത്തിയത് ഗവർണർ ആണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാന്തപുരത്തിന് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലെന്നാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ പിന്നീട് കാന്തപുരത്തിന് ഇനി റോൾ വരുന്നത് ദയാധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചാണ്ടി ഉമ്മൻ മറ്റൊരു കാര്യം കൂടി ഗവർണറോട് ചോദിച്ചു എന്നും ഇദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. ദയാധനവുമായി ബന്ധപ്പെട്ട് മതപണ്ഡിതന്റെ സഹായം തേടുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചാണ്ടി ഉമ്മൻ ചോദിച്ചു എന്നാണ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഗവർണർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ലക്ഷ്യമാണ് വലുത്, മാർഗമല്ല എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പുകഴ്ത്തലുകാർ ശ്രദ്ധിക്കുക, മതപണ്ഡിതന്റെ പങ്ക് വരാൻ പോകുന്നതേയുള്ളൂ. ദയാധനം വാങ്ങാൻ ബന്ധുക്കൾ സമ്മതിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ വാഴ്ത്താമെന്നും കർട്ടന് പിന്നിൽ നിന്ന് കരുക്കൾ നീക്കിയ പലരുമുണ്ട്. ഇതുവരെയുള്ള ജയം അവരുടേതാണെന്നുമാണ് പി ശ്രീകുമാർ ഇപ്പോൾ ഫേസ്ബുക്കിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവർണറുടെ ഇടപെടലാണ് ഇത്തരത്തിലൊരു വിധി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകാനുള്ള കാരണമെന്ന് കൂടിയാണ് പി ശ്രീകുമാർ പറഞ്ഞു വയ്ക്കുന്നത്. കൂടാതെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മോചനത്തിൽ ഒരുപാട് പേർ ഇടപെട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിൽ ഒരു ജീവൻ തിരികെ പിടിക്കുന്ന വിധത്തിലായിരുന്നു കാന്തപുരം എ പി അബൂബക്കറുടെ മുസ്ലിയാരുടെ ഇടപെടൽ എന്നതാണ് എല്ലാവരും പറയുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് വരുന്നത്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.